പ്രൈസലോ നമ്മുടെ ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യയുടെ ഭാരതയാത്രയുടെ രണ്ടാം ഘട്ടം യാത്രയിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലം മഹാരാഷ്ട്രയിലെ സത്താറ എന്നൊരു സ്ഥലത്താണ്. ആശാ ഭവനിൽ MCBS വൈദികർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമാണ്. ഇതിൽ പ്രത്യേകിച്ച് മെൻ്റലി ഡിസേബിളായ മക്കളും ഇതോടൊപ്പമുള്ള ജീവിതം അത് ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഈ മക്കൾക്ക് വേണ്ടി തെരുവിൽ നിന്ന് വന്ന മക്കളും ഭവനങ്ങളിൽ നിന്ന് വന്ന മക്കളെല്ലാം ഒരുമിച്ച് കൂടി പ്രഭാതം മുതൽ സായാഹ്നം വരെ ഒക്കെ ഇവിടെ താമസിച്ചുകൊണ്ടും ഈ മക്കളെ നോക്കുന്ന ഈ മഹത്തായ ശുശ്രൂഷയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഡയറക്ടർ നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ഛൻ്റെ പേരൊന്ന് ഒന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് അജേഷ് പാലക്കൽ, MCBS സഭാംഗമാണ്. ഞാനൊരു 4 വർഷത്തോളമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് ജോലി. ഈ സ്ഥാപനം തുടങ്ങി വെച്ചതാരാണ്? തോമസ് അച്ഛനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 25ഓളം വർഷമായി. ഇത് 26ാമത്തെ വർഷമാണ്. തോമസ് തടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനിൽ നിന്ന് ആരംഭിച്ചതാണിത്. കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമസ് അച്ഛൻ ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വിമാന ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ കെയർഫിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്ര നല്ല രീതിയിലായിരുന്നില്ല. ഇവിടെ സാഹചര്യങ്ങൾ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമസത്തിന് അവിടെ പോയി വന്നിട്ട് കാണുകയും അദ്ദേഹം തന്നെ ഈ കുട്ടികളെ ഏറ്റെടുക്കുകയും അത് കഴിഞ്ഞ് ഈ കെട്ടിടമൊക്കെ പണിത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇത് ഗവൺമെൻറ് ആണോ അത് നേതൃത്വം നൽകുന്നത്? MCBS സഭയാണോ? ഇത് ആ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം നമ്മൾക്ക് നടത്താനായിട്ട് തന്നിരിക്കുകയാണ്. ഇത് ബിൽഡിംഗ് ഗവൺമെൻറ്റിനാണോ MCBSൻ്റെ ബിൽഡിംഗ് ആണ്. ഗവൺമെൻറ് നമുക്ക് അനാഥരായിട്ടുള്ള കുട്ടികളായിട്ടുള്ള കുട്ടികളെ നമുക്ക് തരും. നമ്മളവരെ നോക്കും. ഈ മക്കൾ വരുന്നത് എവിടെ? സ്ട്രീറ്റിൽ നിന്നാണോ? സ്ട്രീറ്റിൽ നിന്നാണ് കൂടുതലും റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഉപേക്ഷിച്ച് പോവുകയും അപ്പോൾ പോലീസും മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ ഏറ്റെടുക്കുന്ന കുട്ടികളെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടോ? ഭവനങ്ങൾ നമ്മൾ നേരിട്ട് സ്വീകരിക്കാറില്ല. അതിനുവേണ്ടി നമുക്ക് വേറൊരു സ്കൂൾ കൂടെ ഉണ്ട്. ഇവിടെ 2 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഈ അനാഥരായിട്ടുള്ള കുട്ടികളെ നമ്മൾ തന്നെ വളർത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളും, അതുപോലെ പുറത്തുനിന്ന് വന്ന് പഠിക്കാനായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു സ്കൂൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഏകദേശം ഇപ്പോൾ ഈ പുറമേ നിന്ന് വന്നുള്ള കുട്ടികൾ എത്ര പേരുണ്ടാവും? ഇത് 40 കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളാണ് നമ്മുടേത്. 48 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അച്ഛൻ ഇപ്പം 4 വർഷമായിട്ട് ഇവിടെയുണ്ട്. ഇതിന് മുന്നേ എവിടെയായിരുന്നു അച്ഛൻ? ഞാൻ ഇതിന് മുമ്പ് US-ലായിരുന്നു, NSC-യിൽ ഒരു പള്ളിയിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അതിന് മുമ്പ് ഞാൻ ആഫ്രിക്കയിലായിരുന്നു, ആഫ്രിക്ക മിഷനായിരുന്നു. അത് എത്ര നാളായിരുന്നു? ഞാൻ 5 വർഷം. 5 വർഷം ആഫ്രിക്കയിലുണ്ടായിരുന്നു മിഷൻ. അപ്പോൾ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? അവിടെ നമ്മൾ ആളുകളുള്ള സ്ഥലത്ത് നമ്മളെ സഭയോട് ചേർന്ന് നമ്മുടെ പള്ളിയോടനുബന്ധിച്ചുള്ള സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ വില്ലേജിലൊക്കെ വിസിറ്റ് ചെയ്യുകയും കുറേ ആളുകൾക്ക് വീട് വെക്കാൻ സഹായിക്കുകയും പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ടൊക്കെ നയിക്കണം. ചെറിയ സ്കൂളൊക്കെ ഒന്ന് തുടങ്ങിയിരുന്നു. അച്ഛനോട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നിങ്ങളൊരു ശുശ്രൂഷ സംതൃപ്തനാണോ? തീർച്ചയായും. ഈ കാലഘട്ടത്തിൽ എന്താ പറയുക, ഇതിപ്പോൾ ആരോരും അറിയാതെ കേരളത്തിൽ തന്നെ മാറി മഹാരാഷ്ട്രയിൽ സത്താറ ഒരു സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴും ആരും കാണാതെ ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണാൻ എന്നൊരു ചിന്ത വരുമ്പോൾ അങ്ങനെ ഒരു സംതൃപ്തി തോന്നാറുണ്ടോ? ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കാന്നുള്ളത് മറ്റുള്ളവരുടെ കാര്യമില്ല. നമ്മൾ അതിനാൽ തന്നെ ഇതൊരു ദൈവ ശുശ്രൂഷയാണല്ലോ. നമ്മൾ തീർച്ചയായും സംതൃപ്തരാണ്. ഈ കുട്ടികളെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ്. സന്തോഷം മാറിയ. അതെ. അച്ഛനെ സ്വന്തം നാടെന്ന് പറഞ്ഞ് എൻ്റെ ഇടുക്കി ഉപ്പുതറ എന്ന് പറയുന്നതാണ് നല്ലൊരു സ്ഥലം. പേര് വീട്ടുപേരടക്കം? അജേഷ് പാലക്കൽ. അജേഷ് പാലക്കൽ. എത്ര വർഷം അച്ഛനായിട്ട്? ഞാൻ 13ാമത്തെ വർഷം. എന്തായാലും ഒത്തിരി സന്തോഷം. ഞങ്ങൾ വളരെ പെട്ടെന്ന് യാദൃശ്യമായിട്ടാണ് ഇവിടേക്ക് കടന്നു പോകുന്നത്. അച്ഛനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. US-ലും ആഫ്രിക്കയിലും ഒപ്പം ഇപ്പോൾ ഇവിടെയൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അച്ഛൻ കാണിക്കുന്ന ഉത്സാഹം എന്നൊരു ദൈവത്തെ മാത്രമല്ല, അനേകം മക്കൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. MCBS സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനുവേണ്ടി ഒരുപാട് വൈദികരെ പല സ്ഥലങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. താങ്ക് യു. മഹാരാഷ്ട്ര ഗ്രാമങ്ങളുടെ യാത്രയാണ് നമ്മൾ. ഇന്ത്യ എന്നൊന്ന് കാണണമെങ്കിൽ ഓരോ സ്റ്റേറ്റിലൂടെയും ഉൾഗ്രാമങ്ങളൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ മഹാത്മാജി പറഞ്ഞിട്ടുള്ളതാണ്.
ഇന്നത്തെ ഇൻ്റർസെക്ഷൻ ഫോറയുടെ ഈ വർഷത്തെ രണ്ടാം ഘട്ട ജെറിക്കോ യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ സത്താറ എന്ന ടൗണിൽ നിന്നും ഉള്ളിലേക്ക് ഏകദേശം ഒരു 20ഓളം കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാ ഓഫീസ്? അങ്ങോട്ട് ഓഫീസ് അല്ലേ? 125 പേരുണ്ടോ? ഇവരൊക്കെ ഈ മറാഠീസ് തന്നെയാണ് കൂടുതൽ, എല്ലാം മറാഠീസ് അല്ലേ? ഓ പൊട്ടു ഇതൊരു ഫാം ഹൗസാണത്, ഫാം ഹൗസ്. മനസ്സിലപ്പോൾ പിടിക്കും എല്ലാ മക്കൾക്കും വേണ്ടിയില്ലേ? ഒന്നും വിൽക്കില്ലേ? ഇതാണ് അച്ഛനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അച്ഛൻ്റെ പേരൊന്ന്? അരുൺ ജോസഫ്. അച്ഛൻ്റെ നാട് എവിടെയാ? കട്ടപ്പനയുടെ ഇരട്ടയാറ്. അച്ഛന് ഇവിടേക്ക് വന്നിട്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ട് എത്ര നാളായി? 4 വർഷം കഴിഞ്ഞു. ഈ ഗ്രാമത്തെ കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? ഇത് മഹാരാഷ്ട്രയിലെ തന്നെ സത്താറ ജില്ലയിൽ കൊരേഗാവ് താലൂക്കിൽ വാഗ്ജേവാടി എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജാണ്. അവിടെ ഏകദേശം ഒരു 70-75 വീട്ടുകാരേ ഉള്ളൂ. ഏറ്റവും പാവപ്പെട്ട ഒരു വില്ലേജാണ്. വില്ലേജിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഏകദേശം ഒരു എൻഡെന്ന് പറയാം, കാരണം ഇതിന് അപ്പുറത്തോട്ട് പിന്നെ മലയാണ്. പിന്നെ ഈ ആശാഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആശാഗ്രാം എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നം സ്വർഗം, ഭൂമിയിലെ സ്വർഗം എന്നുള്ളതാണ് ആശാഗ്രാം എന്നുള്ളതിൻ്റെ ഒരു ആശാഗ്രാമം, ആശയുടെ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ ഒരു ഗ്രാമം. ഈ മക്കൾ എവിടെ നിന്ന് വരണതാ? 75 പേര്, നമുക്ക് 125 പേരുണ്ട് മൊത്തം. അതിൽ 75 പേരോളം അനാഥരാണ്. ഗവൺമെന്റ് വഴി വന്നേക്കുന്നതാണ്, നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ കോർട്ട് ഓർഡറോട് കൂടി വരുന്ന പിള്ളേരാണ്. പിന്നെ ഉള്ളത് ഒരു 50 പേരോളം വീട്ടുകാരെങ്കിലും ഉള്ള പിള്ളേരാണ്. അവർ നമ്മൾ താൽക്കാലികമായിട്ട് ബോർഡിങ് മാത്രമേ ഉള്ളൂ. അവധിയുടെ സമയത്ത് അവർ വീട്ടിൽ പോയിരിക്കണം, കാരണം അവർക്ക് കുടുംബ സാഹചര്യങ്ങളിൽ മോശമായിട്ടുള്ളവർ നോക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള പിള്ളേരാണ് ഇവിടെയുള്ളത്. ഇവരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മേലുള്ളവരായതുകൊണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. ഇങ്ങനൊരു ആശയം കൊണ്ടുവന്ന അച്ഛനാരാ? തോമസ് തടത്തിൽ എന്ന് പറയും. പുള്ളി 1994 മഹാരാഷ്ട്ര വന്നതാണ്. 2000 കൂടി ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നു. ഇത് ആദ്യം ഗവൺമെന്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. 82-83 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. സത്താറയിൽ തന്നെ തുടങ്ങിയതാണ്. അത് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നതാണ്. അന്ന് നമ്മൾ ഒരു 95 തൊട്ട് നമ്മൾ ശുശ്രൂഷയ്ക്ക് പോയിരുന്നു സഹായിക്കാനായിട്ട്. എസ് ഡി സഹോദരിമാരാണ് ഇത് ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ പോയി വർക്ക് ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന ഉപകാരം അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. കാരണം അവരൊരു പന്നിക്കൂട്ടി കിടത്തുന്ന പോലെയാണ് കിടത്തിയിരുന്നത്. തുണികളൊന്നുമില്ല, ഒരാൾ ബാത്റൂമിൽ പോകുമ്പോൾ അടുത്തയാളത് എടുത്ത് തിന്നുന്നു. ആ ഒരു സാഹചര്യം വളരെ എന്താ പറയുക, ഏറ്റവും ദയനീയമായ പരിതാപകരമായ അവസ്ഥയായിരുന്നു. അത് കണ്ടപ്പോൾ അത് വാടകയ്ക്കായിരുന്നു നടത്തിക്കൊണ്ടിരുന്നവർ. അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വെള്ളമില്ല, സാഹചര്യമില്ല, സൗകര്യമില്ല. അപ്പോൾ അവർ ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി നോക്കാൻ പറ്റിയിട്ടാണ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക.
ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത്. അത് ഏതാ വർഷമായിരുന്നു? ഏകദേശം 98-99 സമയത്താണ് കണ്ടിരുന്നത്. ഏതായാലും 2000 കൂടി നമുക്കിത് ഗവൺമെൻറ് തരിക. 3 മാസത്തെ ട്രയൽ റണ്ണിങ്ങിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത്. അന്ന് നമ്മൾ കരഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കെട്ടിടം പണിത് താൽക്കാലികമായിട്ടൊരു 15 പിള്ളേരോളം അങ്ങോട്ട് 15 പിള്ളേരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അവരെ വെച്ച് തുടങ്ങി 2003 ഇന്ന് നിങ്ങൾ പോയ ആശാഭവൻ കെട്ടിടം പണിത് അങ്ങോട്ട് മാറുകയാണ്. 2003 മാറുന്നത്. അവിടെ നിന്നാണ് പിന്നെ പിള്ളേർ അന്ന് 18 വയസ്സ് താഴെയാണ്. അവിടുന്ന് വളർന്ന് എല്ലാവരും 18 വയസ്സ് മുകളിലേക്ക് പോയപ്പോൾ ഗവൺമെൻറ്റിനോട് ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു 18 വയസ്സ് വരെ ഞങ്ങൾക്ക് നോക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ ആയിട്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഗവൺമെൻറ് 18 വയസ്സ് കഴിയുമ്പോൾ നോർമലി അഡൽറ്റ് പീപ്പിളാണ് അവരെ ഇറക്കി വിട്ടേക്കുക എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അപ്പോൾ അന്നേരമാണ് തോമസ് തടത്തിലച്ഛൻ ചോദിച്ചു ഞാൻ തന്നെ സ്ഥലം എടുത്ത് ഞാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ പറഞ്ഞു. ചെയ്യുവാണെങ്കിൽ അച്ഛൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2004 കൂടി സ്ഥലം മേടിക്കും. 2004-2005 കൂടി ഈ സ്ഥലം മേടിക്കുന്നു. അത് കഴിഞ്ഞ് 2008 കൂടി ഇവിടെ ആദ്യമായിട്ട് പ്രവർത്തനം തുടങ്ങുന്നു. 2010 ശേഷം 2010-11 കൂടിയാണ് കെട്ടിടമൊക്കെ പണിത് കഴിഞ്ഞ് 2013 കൂടി ഇങ്ങോട്ട് 15 പിള്ളേരുമായിട്ട് വന്ന് തുടങ്ങുകയാണ്. അവിടുന്ന് പിന്നെ തുടങ്ങിയാണ് ഇപ്പോൾ ഏകദേശം 100 പേരുടെ ലൈസൻസ് ഉണ്ട് നമുക്ക്. ഇപ്പം അനാഥരായിട്ടുള്ളവർ നോക്കാൻ 75 പിള്ളേരുണ്ട്. 50 പിള്ളേർ 40 പിള്ളേരുടെ ലൈസൻസേ ഉള്ളൂ നമുക്ക്. പക്ഷേ അതിൽ 50 പിള്ളേരോളം വീട്ടുകാരും ഉണ്ട്. അങ്ങനെ 2 സ്ഥാപനമാണ് ആശാഗ്രാമിലുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ്? കാലാവസ്ഥ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. നമുക്ക് നാട്ടിനെ അപേക്ഷിച്ച് നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ചൂടൊക്കെ വരുമ്പോഴേ ഇച്ചിരി ഹൊറിബിളായിട്ട് നമുക്ക് പോകും. പക്ഷേ നാടിനെ അപേക്ഷിച്ച് നമുക്ക് സൗകര്യമാണ് ഇവിടെ. ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നാ പറയുക, ഒരു തണലത്ത് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ചൂടൊക്കെയാണുള്ളത്. കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കല്ലേ ഇവിടുന്ന് അങ്ങോട്ട്. അല്ല ഈ ഇത് കെട്ടിടം തന്നെ നമുക്ക് എന്നാ പറയുക പലരുടെ സഹായത്തോടുകൂടി റൺ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓരോ വർഷം കൊണ്ട് ഓരോന്നിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നേരത്തെ കാണിച്ച മീൻ കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്നതിലാണ് ഡ്രാഗൺ ഫ്രൂട്ട്, ഓറഞ്ച്, മൊത്തം 75 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണോ? ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇപ്പുറത്ത് ഇത് ഓറഞ്ച് അല്ലേ? ഇത് ഓറഞ്ച്. അതിന്റെ പുറകിൽ ആപ്പിൾ ഉണ്ട്. അമ്മേ എന്നെ പുളിയുടെ ഇതാണോ? പുളി അല്ലേ? പുളി കാണുമായിരിക്കും. കാരണം ഓറഞ്ച് മാത്രം ഇവിടെ ഇച്ചിരി പുളിയുണ്ട്. ഇതാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫ്രൂട്ട് വരുന്നത്. ഇത് ഇപ്പം ഇച്ചിരി ചെറുതാണ്. മഴ കാരണം വെള്ളം കൂടുതൽ കിട്ടിയതുകൊണ്ട് വലിപ്പം കുറഞ്ഞു പോയി. അല്ലെങ്കിൽ ഒരു 1/2 കിലോയോളം വരുന്ന വലിപ്പം ഉണ്ടാകുന്നത്. പിന്നെ എന്നൊക്കെ കൃഷി ചെയ്യുന്നതല്ലാതെ ഇവിടെ നമുക്ക് ഫ്രൂട്ട് ഐറ്റം എല്ലാം ഒരുമാതിരിപ്പെട്ട നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ മരങ്ങളും ഉണ്ട്. എല്ലാം നമുക്ക് പ്രാക്ടിക്കലി അവൈലബിൾ ആയിട്ടും ഇവിടെ കിളുക്കാൻ പറ്റുന്നു. അതായത് ഇപ്പോൾ എന്നാ പറയുക, ഓറഞ്ച് ഉണ്ട്, മൊസമ്പി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ജാമ്പൂളുണ്ട്, ഞാവല്, പിന്നെ നെല്ലിയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഇത് അത്തിയുണ്ട്, പിന്നെ മറ്റേ ചെറിയ നമ്മൾ അമ്പഴം എന്ന് പറയുന്നത് ചെറിയ അതുണ്ട്. പിന്നെ മറ്റേ ബ്ലൂബെറി, ഒരുമാതിരിപ്പെട്ട എല്ലാ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ആത്തക്ക സീതാഫലമുള്ള ആത്തയുണ്ട്, പുറകിനിപ്പുണ്ട്. ആത്തയുടെ 2 മരമേ ഉള്ളൂ. ആ നിൽക്കുന്ന ഒരു മരാത്തയാണ്. അതിന്റെ ചുറ്റി നിൽക്കുന്ന സീതാഫലമാണ്. ആ കാണുന്ന ഏരിയ മൊത്തം നമ്മുടെ തന്നെ വരണം അല്ലേ? മൊത്തം 75 ഏക്കറോളം ഉണ്ട് ഇവിടെ. 75 ഏക്കറോളം ഇവിടുന്ന് കാണുന്ന 75ഓളം ഏക്കറോളം ഈ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയെപ്പെട്ടോ. പിന്നെ ഇവിടെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവിടുന്ന് ടാർ റോഡ് കഴിഞ്ഞ് സോളിങ് ചെയ്ത റോഡിലോട്ട് കയറിയില്ലേ? അതിന് വലതുവശത്ത് കനാലുണ്ട്. കുറെ മോട്ടോറുകൾ ഉണ്ടായിരുന്നു അവിടെ. അവിടെ നമുക്ക് ഒരു 2.5 സെന്റ് സ്ഥലമുണ്ട്. കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് 3.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് 3.5-4 കിലോമീറ്ററോളം പൈപ്പ് ലൈൻ ഇട്ടേക്കുക. 6 ഇഞ്ചിന്റെ പൈപ്പ് ലൈൻ ഇട്ട് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരികയാണ്. ഇവിടെ വെള്ളമില്ല. അവിടെയും വെള്ളം അടിച്ച് അത് 1.5 കോടി ലിറ്റർ വെള്ളം കൊള്ളുന്നു. അപ്പം എത്ര കിലോമീറ്റർ അവിടെ നിങ്ങൾ വരുന്നത്? 3-4 കിലോമീറ്ററോളം വരും. 4 കിലോമീറ്റർ അകലെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഓക്കേ. അത് നമുക്കിവിടെ മഹാരാഷ്ട്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. കൃഷിക്ക് വേണ്ടി വെള്ളം ആരുടെയും പറമ്പിൽ കൂടെ പൈപ്പിടാം അല്ലേ? ആരും തടയാൻ പറ്റത്തില്ല. അത് നമ്മൾ ഗവൺമെന്റിന് പെർമിഷൻ എടുക്കുക. പ്രോപ്പറായിട്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അതിമനോഹരമായ സ്ഥലത്താണ് നമ്മൾ വന്നുപെട്ടുള്ളത്. പ്രകൃതി മനോഹരമായ സ്ഥലം. മഹാരാഷ്ട്രയുടെ കുഗ്രാമത്തിലേക്ക് MCBS അച്ഛന്മാർ കൃഷിയും ഒപ്പം തന്നെ 120-120ഓളം പേരുള്ള മക്കൾ, തെരുവിൽ അറിയുന്ന മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമം. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. കാരണം നമ്മൾ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒന്ന് കാണണം, ഒന്ന് അനുഭവിക്കുമ്പോൾ. നമ്മൾ ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യ പലപ്പോഴായി ഇന്ത്യ മൊത്തം
ഓടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് ഒക്കെ പല സ്ഥലങ്ങളിലേക്കും പോയി ഈ 10 ദിവസത്തോളം. നമുക്ക് ഗ്രാമങ്ങളെ നമ്മൾ കാണണം, പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് വൈദികരും സന്യസ്തരും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ ഗ്രാമങ്ങൾ സ്വർഗം എന്ന് പറഞ്ഞേ മഹാരാഷ്ട്രയിലെ ഒരു സ്വർഗമാക്കി മാറ്റിയതാ. അത് MCBS അച്ഛന്മാര് ഉൾഗ്രാമത്തില് പാറകൾ നിറഞ്ഞ ഈ ഉൾഗ്രാമത്തെ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു സ്വർഗമാക്കി മാറ്റി. ഞങ്ങളുടെ കണ്ണൊക്കെ അത് എന്താ പറയുക, അത് മനോഹരമാണ്. ഒരു ശരിക്കും വേണമെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള വഴിയിലൂടെ ഉള്ളു വഴിയിലൂടെ കടന്നു വന്ന് എന്താ പറയുക ഇവരുടെ സ്വർഗമാക്കി മാറ്റിയിരിക്കുക.